കുഞ്ഞമ്മയ്ക്കൊരു സർപ്രൈസ് കൊടുക്കുക, അതാണ് ഇന്നത്തെ നമ്മുടെ ഉദ്ദേശം. നമ്മൾ യാതൊരു മുന്നറിയിപ്പും കൂടാതെ രാത്രി ഒരു 8 മണി സമയമായപ്പോഴത്തേക്ക് ആൻറ്റിയുടെ വീട്ടിലേക്ക് കയറി ചെന്നിരിക്കുകയാണ്. കുറേ സമയം ബെല്ലൊക്കെ അടിച്ചതിന് ശേഷമാണ് ആ ഡോറ് പകുതി തുറന്നു വന്നത്. നിങ്ങൾ എന്നോട് പറയാതെ വന്നതല്ലേ, എന്താ ഇങ്ങനെ മുന്നറിയിപ്പില്ലാണ്ട് വന്നതെന്നൊക്കെ ചോദിച്ച് പരിഭവം പറച്ചിലായിരുന്നു ആദ്യമേ തന്നെ. ലൈറ്റ് ഓണാക്കാൻ പറഞ്ഞിട്ടില്ല, എന്നോട് പറയാതെ വന്നുകൊണ്ട് ഞാൻ ലൈറ്റ് ഓണാക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുകയായിരുന്നു ആൻറ്റി. ബിക്കോസ് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ലല്ലോ. വണ്ടി മുറ്റത്ത് നിന്ന് 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ആൻറ്റി കാര്യങ്ങളൊക്കെ അറിയുന്നത്. വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഓരോരുത്തർ ഇറങ്ങി വരാൻ തുടങ്ങി. ഇതിൻ്റെ അമ്മയുടെ അമ്മയാണ് ബേബിയമ്മ. ബേബിക്കും ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. നിങ്ങൾ എന്താ പറയാതെ വന്നേ എന്നൊക്കെ ചോദിച്ചിട്ടായിരുന്നു എല്ലാവരും ഇറങ്ങി വന്നുകൊണ്ടിരുന്നത്. പിന്നെ ഏത് അമ്മമാരെ പോലെ തന്നെ ബേബിയമ്മ എൻ്റെ അമ്മേനെ കണ്ടപ്പോൾ നീ എന്നാടി ഇങ്ങനെ ക്ഷീണിച്ചു പോയേ എന്നും ചോദിച്ചായിരുന്നു വരവേറ്റിട്ടുണ്ടായിരുന്നത്. ഓക്കെ, എല്ലാവരും അത്ഭുത സ്തബ്ധരായിട്ട് നിൽക്കുകയാണ്. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ആദ്യം മിണ്ടുന്നില്ല. ഭയങ്കര ചിരിയായിരുന്നു. ഈ പറഞ്ഞ കാര്യം അങ്ങോട്ട് ചെയ്യാൻ നല്ല സന്തോഷമുള്ള കാര്യമാണെങ്കിലും ദൈവമേ, ആരെങ്കിലും പ്രതീക്ഷിക്കാതെ നമ്മുടെ വീട്ടിലോട്ട് കയറി വന്നുള്ള മാനസികാവസ്ഥയെക്കുറിച്ച് എനിക്ക് ആലോചിക്കാൻ വയ്യ. ആൻറ്റി ഓടിപ്പോയി ഫ്രിഡ്ജ് തുറന്ന് നോക്കുകയാണ്, എന്തെങ്കിലും കൊടുക്കണമല്ലോ വന്നവർക്ക് എന്നുള്ളത്. പക്ഷെ ആൻറ്റിക്ക് ഏതെങ്കിലും വിധത്തിൽ ഇനി ബുദ്ധിമുട്ടാകണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ഒരു കൂടി പാലും കൂടെ കരുതിയിട്ടുണ്ടായിരുന്നു. ഇനി ഒന്നുമില്ലെങ്കിൽ ആൻറ്റി വെറുതെ ബുദ്ധിമുട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ കുറേ സമയം നമ്മൾ ഹാളിലിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് കഴിഞ്ഞപ്പം ആൻറ്റിയോട് ഞാനൊരു കൗതുകത്തിന് ചോദിച്ചു നമ്മുടെ സർപ്രൈസിനെ പറ്റി. ആൻറ്റി പറ, ഞങ്ങളുടെ സർപ്രൈസ് എങ്ങനെ ഉണ്ടായിരുന്നു? പറ പറ. സന്തോഷമായോ? അതേ പണ്ടാരങ്ങൾ എന്തിനാ ഇപ്പോൾ വന്നതെന്നായോ? ഇങ്ങോട്ടേക്ക് വരുന്ന വഴിക്ക് എൻ്റെ അമ്മയ്ക്ക് ഛർദ്ദിക്കാൻ വരവും ഭയങ്കര ക്ഷീണമൊക്കെ ആയിരുന്നു. അതാ ബേബിമേനെ കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മയുടെ എനർജി എവിടെ നിന്ന് വന്നെന്ന് എനിക്കറിയാൻ പാടില്ല. അമ്മേനെ സഹോദരിമാരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അമ്മ അല്ലേലും ഇങ്ങനെയാണ്. അമ്മ മാത്രമല്ല ഞാനും. ദൈവമേ, ഇതൊരു പാരമ്പര്യ രോഗമാണോ എന്തോ അറിയില്ല. ഓക്കെ, എന്തായാലും നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വീഡിയോ TV-യിലിട്ടിട്ട് ബേബിമേനെ കാണിച്ചു കൊടുക്കുമായിരുന്നു. ബേബിക്ക് കാര്യങ്ങൾ തിരിയുന്നില്ല, എന്താ പറയുന്നതെന്നുള്ളത്, ആ വോയിസ് ക്ലിയർ ആവുന്നില്ല. ഭയങ്കര ആൻഷ്യസ് ആയിട്ട് ഈഗറായിട്ടാണ് ഇരുന്ന് കാണുന്നത്. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. എന്നിട്ട് അമ്മയുടെ അടുത്ത് ചോദിക്കുകയാണ്, എടി എന്നതാടി ഇവർ പറയുന്നത്, എന്താ ഉണ്ടാക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം അമ്മ അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കുകയാണ്. ഭയങ്കര ക്യൂരിയോസിറ്റിയിൽ നമ്മുടെ ഒരു വീഡിയോ കാണുന്നു, ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നു, ചിരിക്കുന്നു. ഇതൊക്കെ കണ്ടപ്പം ഞാൻ വളരെ കൃതാർത്ഥയായിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അമ്മയെപ്പോലെ തന്നെയാണ് അമ്മയുടെ അനിയത്തി എന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് ചെറുപ്പത്തിലുള്ള കുറേ ഓർമ്മകൾ ഉണ്ടാവുമല്ലോ, നമുക്ക് നന്നായിട്ട് കെയറിങ് തന്നത്, നമ്മളെ സ്വന്തം പോലെ അങ്ങനെ കാണുന്ന വളരെ കുറച്ചു പേരിൽ ഒരാളായിരിക്കും അമ്മയുടെ സഹോദരങ്ങളും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. എന്തായാലും വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് ലാസ്റ്റ് നമുക്ക് പോകാനുള്ള സമയമായിരിക്കും. 10 മണി 10:30 കഴിഞ്ഞപ്പോഴാണ് നമ്മൾ പോരുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടായിരുന്നത്. എൻ്റെ അമ്മയ്ക്ക് അവിടുന്ന് പോരാൻ വലിയൊരു താല്പര്യം ഇല്ലാത്തതുപോലെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഏതായാലും ബേമിക്ക് ടാറ്റയും ഉമ്മയൊക്കെ കൊടുത്തതിന് ശേഷം അമ്മ നമ്മുടെ കൂടെ മനസ്സില്ലാ മനസ്സോടുകൂടി തിരിച്ചു പോന്നിരിക്കുകയാണ്. വാട്ട് ടു ഡു.